നോർമലി നമ്മളെ ബാലകൃഷ്ണയുടെയൊക്കെ സിനിമയൊക്കെ കാണുമ്പോൾ കാണിക്കില്ലേ, അതിന്റെ ഒരു അതിപ്രസരം. പ്രസൻസ് അടിപൊളി, സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം. അവസ്ഥയാണ് ബ്രോ. ഫസ്റ്റിന്റെ ഏഴായാലത്ത് പോലെ ആ പടം വന്നിട്ടില്ല. അത് മിഷൻ ഇമ്പോസിബിൾ എഴുതിയിട്ട് കുറെ ഡ്രാമ. ഈ NTRനെ ഒന്ന് കുറച്ച് ഹൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹിക്കാൻ പറ്റൂല. അമ്മാതിരി പ്ലെയിനിന്റെ മുകളിൽ ഇവരെങ്ങനെ ചാടി കയറി ഒന്നും പറ്റുന്നില്ലല്ലോ അവർക്ക്. ഇങ്ങനെ നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഒന്നും പറയില്ല. നമുക്ക് 3 മണിക്കൂർ കണ്ട് സഹിച്ചിരുന്നില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ വാറെന്ന് പറയാം. ഹലോ ഗൈസ്, ട്രിവാൻഡ്രം ഫൈറ്റ്സിലേക്ക് സ്വാഗതം. വാർ മൂവി ഋത്തിക് റോഷൻ ജൂനിയർ NTR കൂടെ ഉള്ള ഒരു പടമാണ്. അതിന്റെ ഒരു റിവ്യൂ നമുക്കിന്ന് നോക്കിയിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഋതിക് റോഷനുള്ള NTR കൊള്ളാം, പ്രസൻസ് അടിപൊളി, സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം. അല്ല, രണ്ടുപേരും പക്കായിട്ടുണ്ട്. പക്ഷേ ഒന്നിൻ്റെ അത്ര പോരാ, കിട്ടില്ല. അവസാനത്തെ ഒരു അരമണിക്കൂറാണ് സ്പൈ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ കൊള്ളാം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റിന് അത്ര പോരാ, അത്ര കുഴപ്പമില്ലെന്നേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, അങ്ങനെ കൊള്ളാം. ഇല്ല, NTR കട്ടയ്ക്കാൻ നിൽക്കുന്നത്. മിഷൻ ഇമ്പോസിബിൾ എഴുതിയിട്ട് കുറെ ഡ്രാമ. ഇതാണ് സംഭവം. നമ്മൾ കണ്ടിട്ടുള്ള മിഷൻ ഇമ്പോസിബിൾ സ്റ്റൺസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അനാവശ്യമായിട്ട് ആ ലൈനിൽ കൊണ്ടുപോകണം. അനാവശ്യമായിട്ട് ഡ്രാമയും കണ്ണീരും ഇമോഷൻസും സ്ഥിരം മിഷൻ തന്നെയാണ്. തെലുങ്ക് സിനിമ ശരിക്കും ഒരു അതിൻ്റെ ഒരു ഓവറായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഒരു അസഹനീയം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമ്മളെ ബാലകൃഷ്ണയുടെയൊക്കെ സിനിമയൊക്കെ കാണുമ്പോൾ കാണിക്കില്ലേ, അതിൻ്റെ ഒരു അതിപ്രസരം. പിന്നെ ചില സമയമൊക്കെ വീഡിയോ ഗെയിമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മാതിരി ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ബോറിംഗ് ഒന്നുമല്ല. പിന്നെ ഈ ഒരു കുറേ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കുറച്ച് അതിപ്രസരം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ പറയാം. 3 സ്റ്റൺസും ഉണ്ട്, അത് കൊള്ളാം. 3 സ്റ്റൺസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് വില്ലനെ അവസാനം ഹീറോ ആക്കി. പ്രത്യേകിച്ച് മികച്ചതൊന്നും പറയാനൊന്നുമില്ല. VFX ആണെന്ന് നമുക്ക് എടുത്തു പറയും. അമ്മാതിരി പ്രത്യേകിച്ച് നമ്മുടെ NTRനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിച്ച് മരിക്കും. അമ്മാതിരി ഭയങ്കര ഹൈപ്പ് കൊടുത്ത് കാണിച്ച സീന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് രണ്ടുപേരുടെയും ചെറുപ്പകാലം അഭിനയിച്ച 2 ആക്ടേഴ്സ് ഉണ്ട്. അവർ വളരെ നല്ല, അത് ഇമോഷണലി നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ വർത്തൗട്ട്. അവസ്ഥയാണ് ബ്രോ. ഫസ്റ്റിന്റെ ഏഴായാലത്ത് പോലെ ആ പടം വന്നിട്ടില്ല. അത് കഥ വയസ്സാണെങ്കിലും ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം വെറും ശോകമായിരുന്നു. ഇത് എന്തോ അവര് പറഞ്ഞ പ്രകാരം എന്ന് വെച്ചാൽ വാറ് 1 മേലെ നിൽക്കുമെന്നായിരുന്നു. 1 അടുത്ത് പോലും ഈ സാധനം വന്നിട്ടില്ല. പാട്ടുകൾ കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക. ഓവർ ദ ടോപ്പ് നമുക്ക് പിന്നെ ഓക്കെ, ഇങ്ങനത്തെ സിനിമകളിൽ ഇതിന്റെ ഒരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഇത് ആവശ്യമാണെന്ന രീതിയിൽ വെച്ചിട്ട് കണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഋതിക് റോഷൻ ആയി പറഞ്ഞല്ലേ, അദ്ദേഹം 51 വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ ആക്ഷൻസും അദ്ദേഹത്തിന്റെ എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷേ ഈ NTRനെ ഒന്ന് കുറച്ച് ഹൈപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹിക്കാൻ പറ്റൂല. അമ്മാതിരി കാണിച്ചിട്ടുണ്ട്. ബോറിംഗ് ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഈ നമ്മള് കുറച്ച് ഓവറായിപ്പോയി എന്നാണെങ്കിൽ പറയാം. ഒന്നും പറയില്ല. നമുക്ക് 3 മണിക്കൂർ കണ്ട് സഹിച്ചിരുന്നില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ വാറെന്ന് പറയാം. അല്ലാതെ ഈ പടത്തിനെ പറ്റി പൊക്കി പറയാനോ ഒന്നുമില്ല. ശ്രീറാം ടെംപ്ലേറ്റിനെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. ഇതിന് നമ്മൾ ചെയ്ത ഇതിനേക്കാൾ വൃത്തിയായിരിക്കും, ആ ഒരു ലെവലായിരിക്കുന്നത്. കാരണം ഇത്രയും അപ്ഡേറ്റ് ആയ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മോശം ലെവലൊരു പടം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്തിനോ വേണ്ടി എടുത്തൊരു പടം, ഇത് സ്പൈ യൂണിവേഴ്സിറ്റി വെച്ച് നിർത്തി അത്രയും നല്ലത്, അങ്ങനെ തോന്നിപ്പോയി. ടിപ്പിക്കൽ തെലുങ്ക് പടം എന്ന് വെച്ചാൽ തെലുങ്ക് പടം. ഒരു മ്യൂസിക് ആയാലും ശരി, അഭിനയം ആയാലും ശരി, എല്ലാം വളരെ ശോകമായിരുന്നു ബ്രോ. ആ യൂണിവേഴ്സിന്റെ കഥ ഇനി കാണാനുള്ള എന്തെങ്കിലും കാര്യമൊന്നുമില്ല. ഇനി വല്ല ടൈഗറിൻ്റെതോ പത്താനോ വല്ലതും ബാക്കി വരുമ്പോഴേ ഉള്ളൂ. ഇത് ബോളിവുഡിലെ ഒരു ഡാൻസിന്റെ ഒരു കിങ് ആണ് ഹൃതിക്കും. അതുപോലെ സൗത്ത് ഇന്ത്യയിലുള്ളതാണ് NTR. രണ്ടുപേരും കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസിലായിരുന്നു അവരുടെ പെർഫോമൻസ് എല്ലാം. പിന്നെ ആക്ഷൻ രംഗങ്ങളിലും അതുപോലെ തന്നെ രണ്ടുപേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു. ലോജിക്ക് നോക്കി ചേട്ടാ, ഇത് ആകാശത്തൂടെ എങ്ങനെ പറക്കുന്നത്, ആകാശത്തിൽ കൂടെ പോകുന്ന പ്ലെയിനിന്റെ മുകളിൽ ഇവരെങ്ങനെ ചാടി കയറി ഒന്നും പറ്റുന്നില്ലല്ലോ അവർക്ക്. ഇങ്ങനെ നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ആ ഒരു എൻജോയ്മെന്റ് മൂഡിൽ ഓക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ചോദിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒരു പാരലൽ സംഭവങ്ങളാണ്, അല്ലാതെ ഇതിനകത്ത് ചോദ്യങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റോയോടുള്ള ബഹുമാനം കുറെ ഇടയ്ക്കൊക്കെ ഒന്ന് താണുപോകും. കാരണം NTR ഒക്കെ പക്കിയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഫീൽ ആവുന്നില്ല. ഋതിക് റോഷൻ ഓക്കെയാണ്, വാറിലൊക്കെ ഉള്ള പോലെ ആ ഒരു സെയിം ഇതിനെ വേറെ എടുത്തു പറയാൻ മാത്രമുള്ള ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ പാർട്ട് നമുക്ക് പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര ലാഗും കാര്യങ്ങളായിട്ട് ഒന്നുമില്ല, ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. അതിലെ അവർ അതുപോലത്തെ VFX ഒക്കെ വെച്ച് എന്തൊക്കെയാ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നുമില്ല.